ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് മാന്യ പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ മീറ്റു പരമായ ഈ ആരോപണങ്ങളിൽ വീണ്ടും സിദ്ദീഖ്, രഞ്ജിത്ത് ഇവർ രണ്ടുപേരുടെയും രാജിയോടൊപ്പം വീണ്ടും മീറ്റു എന്ന ആരോപണങ്ങളിൽ പലരും ഇനിയും കുടുങ്ങാൻ 15 സംഘം മാഫിയ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഇനിയും കുടുങ്ങാൻ സാധ്യത കുറേ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മീറ്റു എന്ന ആരോപണത്തിൽ നടൻ മുകേഷും ഉൾപ്പെടുന്നുണ്ട് എന്ന വാർത്തയുമാണ് നമ്മൾ അപ്ഡേറ്റ്സ്. ഇപ്പോൾ ജയസൂര്യയും ഈ ഒരു മീറ്റുവിൽ പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റുന്നു. നാണം കെട്ട് മന്ത്രി സജി ചെറിയാൻ ന്യായീകരണം ഫലിച്ചില്ല, നടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിക്കും. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടായതാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പുറത്ത്, അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചു. ഡാമേജ് എളുപ്പം മാറുന്നതല്ല, നിയമ നടപടിയുമായി മുന്നോട്ട് രഞ്ജിത്ത്. സിദ്ദീഖിനെ സിനിമാ നടയിൽ നിന്ന് വിലക്കണമെന്ന് നടി റിയാസ് ഖാനെതിരെയും ആരോപണം. അപ്പോൾ നടൻ റിയാസ് ഖാനെതിരെയും ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമാ രംഗത്തെ അതിക്രമം അന്വേഷിക്കാൻ പ്രത്യേക സംഘം, ആരോപണം കൊടുങ്കാറ്റിൽ ഉലഞ്ഞ സർക്കാർ, പരാതിയിൽ നടപടി എടുക്കണമെന്നും നിയമോപദേശം ഉണ്ട്. നടി ആക്രമിക്കപ്പെട്ട സംഭവം മലയാള സിനിമയിൽ അവശേഷിപ്പിച്ച നടുക്കത്തിന്റെ ഒടുവിലത്തെ പ്രകമ്പനമായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ രംഗത്തെ സ്ത്രീ സുരക്ഷ സമൂഹത്തിന്റെയാകെ ആശങ്കയായ ഘട്ടത്തിൽ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയായിരുന്നു റിപ്പോർട്ട്. നിർഭയമായ തുറന്നു പറച്ചിലുകളുടെ കൂടി അടിത്തറയിൽ സിനിമയുടെ പിന്നാമ്പുറത്തെ ചൂഷണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഉള്ളടക്കം. 4.5 വർഷം റിപ്പോർട്ടിന് മേൽ അടയിരുന്ന സർക്കാർ ഒടുവിൽ കോടതിയുടെ മാർഗനിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് പുറത്തുവിട്ടു. റിപ്പോർട്ട് വായിച്ച് നാട് നടുങ്ങിയപ്പോഴും ഒറ്റപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങൾ സിനിമയിൽ നിന്ന് വന്നപ്പോഴും കാതലായ പലതും വന്നതേയില്ല. സിനിമാ സംഘടനകളുടെ മൗനം, വിശേഷിച്ച് താരസംഘടനയായ അമ്മയുടെ പ്രതികരണം വല്ലാതെ വൈകി. പക്ഷേ ഇന്ന് അതെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു അമ്മ. ഭാരവാഹികളുടെ വാർത്താ സമ്മേളനത്തിലെ സ്വരത്തിൽ നിറഞ്ഞു നിന്ന നിസ്സംഗത സംഘടനയുടെ പൊതുനയമല്ലെന്ന് ഉടനെ കേരളം തിരിച്ചറിഞ്ഞു. അത് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ സ്വരത്തിലൂടെയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയെന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും, ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തില്ല, അദ്ദേഹം ചെന്നൈയിലാണ്, മറ്റു പലരും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ളൊരു സമയമാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് വന്ന അതിൻ്റെ പ്രതികരണം. അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല. ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തു പോയത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റു ആരെക്കാളും അമ്മയുടെ ആവശ്യമാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാവുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ
ഹേമ കമ്മിറ്റി നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് നേരത്തെ അറിവുണ്ടായതുകൊണ്ട് പറയല്ല. ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ഈ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. തൊഴിലിടത്ത് അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. അല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ളൊരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളവർ. അപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന ഒരു വനിതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുവരെ ഇല്ലാത്തൊരു പദമാണ് പവർ ഗ്രൂപ്പ്, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശം. ഒരു കുട്ടി 2006 നടന്നൊരു സംഭവത്തെപ്പറ്റി 2018 പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2018 ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനന്നൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങളത് അന്വേഷിച്ച് അതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത്. 2006 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാൻ, അതിന് നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി അംഗങ്ങളുടെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത്. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ഇനിയിപ്പോൾ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടില്ല? കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്താമല്ലോ. ഇപ്പോൾ സിദ്ദിഖൊക്കെ ഭയം, ഇവരെ ഭയം എന്നല്ല പറഞ്ഞത്, നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് പോകാമല്ലേ? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട്. അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. കോടതിയിൽ മൂവ് ചെയ്യണം. നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആലോചിച്ചതിന് ശേഷം അതിനൊരു തീരുമാനം എടുക്കുന്നത്. കേസെടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ പുറത്ത് വിടുക, ഏത് രീതിയിലാണ് അന്വേഷണം, അത് ഹൈക്കോടതി തീരുമാനിക്കും. അതിനെതിരല്ല, ഞങ്ങളെതിരല്ല. അങ്ങനെ പുറത്തു വരുന്നതിനും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും ഞങ്ങളെതിരല്ല. പേര് പുറത്ത് വരട്ടെ. പുറത്ത് വന്നാൽ ഇതിൽ ഓരോരുത്തർക്കും ഗോസിപ്പ് നടത്താനുള്ള അവസരമാണ് കുറയുക. ഇപ്പോൾ പേര് പുറത്ത് വന്നില്ലെങ്കിൽ അത് ഇന്നാരായിരിക്കും, ആ നടി പറഞ്ഞിട്ടുള്ളത് ഇന്നാരെക്കുറിച്ചാണ് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് പേര് പുറത്ത് വരട്ടെ. അതിന് ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പേര് പുറത്ത് വരട്ടെ. ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ വരട്ടെ. ഹൈക്കോടതി തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വരട്ടെ. ഇപ്പോൾ ആ കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് മുൻകൈ എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. ഇപ്പോൾ സർക്കാരിൽ നിന്നും അത് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കോടതി ഉചിതമായ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. അതിന് കോടതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കോടതി ഞങ്ങളിൽ ആരെ വിളിച്ചിരുന്നാലും
ഞങ്ങൾക്ക് അറിവുള്ള കാര്യം മൊഴിയായി രേഖപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. നടിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങി ഒരു 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും, ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇന്ന രീതിയിലാണെന്ന്. അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് 50 പേർക്ക് പരാതിയുള്ളെങ്കിലും 70 പേർക്ക് പരാതിയുള്ളെങ്കിലും 5 പേർക്ക് മാത്രമേ പരാതിയുള്ളൂ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല. നമ്മൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു, എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസന്ധമായി പറയുന്നു. അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷനില്ല. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത്? ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺഡ് ആവുന്നത്. ആ കൺസേൺ നല്ലത് തന്നെയാണ്. മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം. മാധ്യമങ്ങളും നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും. ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളപ്പോൾ വ്യക്തമായി പറയാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും. അതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിൻ്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. അല്ല, ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്തൊരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാവണം, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്തതാണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ്. എനിക്ക് മനോഹരമായിട്ട് പറയാൻ സാധിച്ചത് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള വ്യക്തി അല്ലാത്തത് കൊണ്ടാണ്. മനോഹരമായി പറയാൻ സാധിക്കാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കണ്ണുനീർ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താം, ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചൊരു അന്വേഷണം നടത്താം എന്നെങ്കിലും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നു. അറ്റ് ദ സെയിം ടൈം അതിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു നടനെതിരെ ഒരു യൂട്യൂബർ ഒരു പരാമർശം നടത്തിയപ്പോൾ ആ യൂട്യൂബർ ശരിയാണെന്ന് ഞാൻ പറയാം, എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അതിനെതിരെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനാണ് ഉണ്ടായത്. അപ്പൊ ഇതില് ഒരു ഇരട്ട നീതിയല്ലേ അത്? ഇതില് ഒരു വിഭാഗം പ്രിവിലേജ്ഡും ഒരു വിഭാഗം അടിമകളുമാണോ? ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കൂടെ
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുവിട്ട ഉള്ളടക്കത്തെ ചൊല്ലിയും വിവാദം പുകയുകയാണ്. സിനിമയിൽ അവസരം ലഭിക്കാൻ കിടക്ക പങ്കിടേണ്ട നടിമാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കമ്മിറ്റി റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. പ്രമുഖർ ലൈംഗിക ചൂഷണം നടത്തിയെന്ന പരാമർശത്തിന് പിന്നാലെയുള്ള 11 ഖണ്ഡികകളാണ് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്ന് വെട്ടിക്കളഞ്ഞത്. ഒഴിവാക്കാവുന്ന ഭാഗങ്ങൾ വിവരാവകാശ അപേക്ഷകരെ അറിയിക്കണമെന്ന നിർദ്ദേശവും സാംസ്കാരിക വകുപ്പ് അട്ടിമറിച്ചു. സ്വകാര്യതയെ ഹനിക്കുന്ന 32 ഖണ്ഡികകൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ 113 എണ്ണമാണ് വെട്ടിക്കളഞ്ഞത്. ഈ പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്, എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും. അല്ല, സർക്കാർ സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വേട്ടക്കാരൻ്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, ഇരയുടെ പേര് ഒഴിവാക്കുക. അത് ഈ കേസിലെന്നല്ല, എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം. പേര് നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം. ആ വേട്ടക്കാരൻ്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി അതിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കും. ഇപ്പോൾ ഇത് സീൽ വെച്ച കവറിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. വിവരാവകാശ നിയമമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കും മേലെയുള്ള നിയമമാണ്. അപ്പോൾ അതുപ്രകാരം കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ, കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ പ്രോസസ്സ് എന്തുമാത്രം പ്രോസസ്സാണ്. ഒരു വിവരാവകാശ അപേക്ഷ സാംസ്കാരിക വകുപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ രേഖകൾ കിട്ടിയില്ലെങ്കിൽ ഒരു 1ാം അപ്പീൽ കൊടുക്കാം. ആ 1ാം അപ്പീലും കഴിഞ്ഞിട്ട് 2ാം അപ്പീൽ കൊടുക്കാം. ഈ 2ാം അപ്പീലാണ് കമ്മീഷണറുടെ കയ്യിലെത്തുന്നത്. കമ്മീഷണർ അതിനുശേഷം ആ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കി അതിനുശേഷം ഇത്ര രേഖ കൊടുക്കരുത് എന്ന് പറഞ്ഞതിനപ്പുറം ഒരു വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഹൈക്കോടതി അവരെ ചുമ്മാ വിടില്ല. ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത് ചുമ്മാതല്ല, ഇതൊക്കെ നോക്കാൻ തന്നെയാണ്. റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ സത്യം പുറത്തുവരണം എന്ന നിലപാടിലാണ് ചലച്ചിത്ര മേഖല. എല്ലാ തെറ്റും ചെയ്തിട്ട് ജാലിயாக சிரிச்சுக்கிட்டு வீட்டில் இருக்கான் இல்லை, அவனோட ஆட்டிடியூடு எந்த வந்தாலும் நியமம் கொண்டு நோக்கிக்கொள்ளலாம், அந்த ஒரு ஆட்டிடியூடில் இருக்கான்ல, அவனுக்கு சிக்ஷை கொடுக்கணும். அது ஏது கமிஷன் ஆയാലും சரி ഞാൻ കൂടെ ഉണ്ടാവും. സാർ, ഇപ്പോൾ இந்த റിപ്പോർട്ടിൽ 1 സൈഡഡ് വേർഷനാണോ? ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, കംപ്ലയിൻറ്റ്സ് വന്നിരിക്കുന്നു. ഇത് അന്വേഷിച്ച് ഇത് കറക്റ്റാണെങ്കിൽ പിന്നെ നിങ്ങൾ പേര് പുറത്തിടും. கன்ஃபார்ம் ஆகிடுச்சுன்னா நீங்கள் போடணும். உங்களுக்கு தான் ரிப்போர்ட் பண்ணுறதுக்கே 5 years ஆகிடுச்சு, இனி கன்ஃபர்மேஷனுக்கு ஒரு 5 years, அப்போ 10 வருஷம் முடிஞ்சிருது. சிக்ஷைக்கு ஒரு 5 years. கம்ப்ளைண்ட் கொடுத்தவங்க எல்லாம் അമ്മൂമ്മവായിടുവാങ്ക, അപ്പൂപ്പവായിടുവാങ്ക. ഇത് നടക്ക പോകുന്നത്. അത് എന്തുകൊണ്ട് ഇത്രയും കാലം പൂത്തിവെച്ചെന്ന് മനസ്സിലാകുന്നില്ല. ആ 4.5 കൊല്ലം ഇത് അനുഭവിക്കേണ്ടവർക്ക് അത് നഷ്ടമായി. പവർ ഗ്രൂപ്പൊക്കെ ഉണ്ട്, പക്ഷേ പവർ ഗ്രൂപ്പ് വിചാരിച്ചിട്ട് എന്നെയൊന്നും ഒതുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാൾ ഒതുക്കാൻ പറ്റില്ല. ഒരു ആർട്ടിസ്റ്റിനെ ഒന്നും ഒരാൾ വിചാരിച്ചാലോ ഒരു സംഘടന വിചാരിച്ചാലോ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒതുക്കിയ തിലകനെ വീണ്ടും വിളിക്കേണ്ടി വന്നില്ലേ? ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്കാലവും ഉണ്ടായിരുന്നു. നമുക്ക് പേരൊക്കെ വേറെ എന്നുള്ളൂ. ലോബി എന്ന് പറയും. തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി, കോഴിക്കോട് ലോബി, മട്ടാഞ്ചേരി ലോബി, ഇങ്ങനെ പല ലോബികൾ. ഇന്ന് അതിനെ പവർ ഗ്രൂപ്പ് എന്നാക്കി. അതായത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാനൊരു സംഘത്തെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ അതിലൂടെ നടന്നു പോകും, എല്ലാവരും അത് മൂടി വയ്ക്കും. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കും, ഉന്നതങ്ങളിലും താഴെയൊക്കെ. അപ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ എന്താ പറ്റുന്നത്? ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞില്ല, എല്ലാ മേഖലകളിലും സമർത്ഥരായവരാണ്. പക്ഷേ കുറച്ച് പുഴുക്കുത്തുകളുണ്ടാവും. ഈ പുഴുക്കുത്തുകൾ യോജിക്കും. എത്രയോ പേർക്ക് സിനിമയിൽ അഭിനയിക്കണം, പോലീസ് ഉദ്യോഗസ്ഥർ അഭിനയിക്കും. അപ്പോൾ അവർ ചാൻസ് ചോദിച്ചു വരുമ്പോൾ ഇവർ തിരിച്ചെന്തെങ്കിലും ചോദിക്കും. അതുമാത്രമല്ല, സംഘം വേറെയും സംഘങ്ങളുണ്ട്. പല അനാവശ്യ അഡ്രസ്സുകളുടെയും പേരിൽ സംഘടിച്ച് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരുപാട് സംഘങ്ങൾ മലയാള സിനിമയിലുണ്ട്. പക്ഷേ ഇവരായിരിക്കും ഏറ്റവും പ്രബലർ, ഇവരായിരിക്കും അതിൻ്റെ അകത്തെ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന 5ാം ദിവസവും തുടരുന്ന ചർച്ചകൾ അത് പുരോഗമിക്കും തോറും സിനിമാ ലോകത്തെ ഏതാണ്ട് പൊതുവെ സംശയനിഴലിലാക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ സംശയനിഴലിലാക്കുന്നതും പ്രതിസ്ഥാനത്താക്കുന്നതുമൊക്കെ തന്നെ സർക്കാരിനെയാണ്, സർക്കാരിന്റെ ചില നടപടികളാണ്. ഇന്ന് സർക്കാരിന് വലിയ തിരിച്ചടിയുണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സർക്കാർ അനധികൃതമായി വെട്ടിനിരുത്തി എന്നുള്ള കണ്ടെത്തലാണ്. അതായത് 4.5 വർഷം മുമ്പ്, ഏതാണ്ട് 5 വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾക്കും വിവരാവകാശ കമ്മീഷന്റെ പരിശോധനയ്ക്കുമൊക്കെ ശേഷം അതിലെ സ്വകാര്യത ഭാഗങ്ങൾ
പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് 296 പേജുള്ള റിപ്പോർട്ടിന്റെ 233 പേജ് മാത്രമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തുവിട്ടത്. അങ്ങനെ പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജൂലൈ 18-ാം തീയതി സാംസ്കാരിക വകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിലെ 85-ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞാൽ പിന്നീട് ഒഴിവാക്കുന്നത് 118-ാമത്തെ പാരഗ്രാഫ് മുതലുള്ള കാര്യങ്ങളാണ്. അതായത് 85 മുതൽ 118 വരെയുള്ള പാരഗ്രാഫുകൾ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളണം. എന്നാൽ തിങ്കളാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ 96-ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 108-ാമത്തെ പാരഗ്രാഫാണ്. അതായത് 97 മുതൽ 107 വരെയുള്ള 11 പാരഗ്രാഫുകൾ അനധികൃതമായിട്ട് അല്ലെങ്കിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർക്കാർ മുക്കി അല്ലെങ്കിൽ വെട്ടിനിരത്തി എന്ന് കാണാൻ സാധിക്കും. എന്താണ് ഈ പാരഗ്രാഫിൽ ഉള്ളത് എന്നുള്ളതാണ് ആ വെട്ടിനിരത്തലിന്റെ ഗൗരവവും സംശയവും വർദ്ധിപ്പിക്കുന്നത്. 96-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ ചലച്ചിത്ര ലോകത്തെ ഏറ്റവും അതിപ്രശസ്തനായ ഒരു വ്യക്തി വരെ ഇങ്ങനെ നടിമാരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവർ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തൊട്ട് പിന്നാലെ വരുന്ന 97 മുതൽ 107 വരെയുള്ള പാരഗ്രാഫുകളിലും ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ വ്യക്തമായ തെളിവുകളോ ആവാം എന്ന് സ്വാഭാവികമായിട്ടും കരുതാം. ഇനി അതല്ലെങ്കിൽ പോലും ഈ ഭാഗം ഉൾപ്പെടുന്നത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച്, അതായത് സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സ്വാധീനമുള്ളവർക്കൊപ്പം കിടക്ക പങ്കിടേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രശസ്തരായിട്ടുള്ളവരുടെ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ളവരുടെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഒഴിവാക്കിയത് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. അതോടുകൂടിയാണ് ഇത് സർക്കാർ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അനധികൃതമായിട്ട് ആ ഭാഗം വെട്ടിനിരത്തിയത്, വെട്ടിമാറ്റിയത് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. എന്നാൽ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ നൽകിയ വിശദീകരണം സ്വകാര്യത മാനിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ഒഴിവാക്കിയത് എന്നുള്ളതാണ്. എന്നാൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മളത് പരിശോധിച്ചപ്പോൾ ആ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ പറഞ്ഞതിൽ ഭാഗങ്ങളിൽ ഇത് ഉൾപ്പെടുന്നില്ല എന്നുള്ളത് വ്യക്തമായി. അതായത് 32 പാരഗ്രാഫുകൾ മാത്രമാണ് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ പറഞ്ഞത്. എന്നാൽ സർക്കാർ ഏതാണ്ട് 114ഓളം പാരഗ്രാഫുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കാൻ പറഞ്ഞ 32 പാരഗ്രാഫുകളിൽ ഇത് ഉൾപ്പെടുന്നില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും പാരഗ്രാഫുകൾ ഭാഗങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കൃത്യമായിട്ട് വിവരാവകാശ കമ്മീഷനെ അറിയിക്കണം എന്ന്, അല്ലെങ്കിൽ വിവരാവകാശത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകരെ അറിയിക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ കർശനമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ അറിയിച്ചിട്ടുമല്ല ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നടപടി അനധികൃതമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെയാണ് സർക്കാർ ആരെയൊക്കെയോ രക്ഷിക്കാനും ആരെയൊക്കെയോ മറയ്ക്കാനും ശ്രമിക്കുന്നു എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുന്നത്. നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് ലഭിച്ചിരുന്നു. അതിൽ തന്നെ കൃത്യമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ച്, പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. എന്നിട്ടും സ്വാഭാവികമായിട്ടും സർക്കാർ ചെയ്യേണ്ട നടപടി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമ നടപടിയോ തുടരന്വേഷണമോ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന് പല കാരണങ്ങൾ സർക്കാർ പറയുന്നുണ്ടെങ്കിലും സർക്കാർ അത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആരോപണം ഉയരുന്നത്. കോടതി പോലും സർക്കാരിന് കേസെടുത്ത് കൂടായിരുന്നു എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അതിനൊപ്പം ഈ കണ്ടെത്തൽ കൂടി പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനൊപ്പമാണ് ചലച്ചിത്ര ലോകത്തെ ഏറ്റവും പ്രബല സംഘടനയായിട്ടുള്ള അമ്മയുടെ പ്രതികരണം വന്നത്. അതിൽ തന്നെയുള്ള അംഗമായിട്ടുള്ള ട്രഷറായിട്ടുള്ള ജഗദീഷിന്റെ പ്രതികരണം വന്നത്. ഇരുവരും പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകണം, കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ അടക്കമുള്ള ചലച്ചിത്ര ലോകത്തെ പ്രബല സംഘടനകൾ കേസെടുക്കാൻ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കാൻ താല്പര്യമില്ലാത്തത് സർക്കാരിന് മാത്രമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ വീണ്ടും എന്തോ മറയ്ക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഇപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയുള്ള തെളിവിതില്ല, ഇനി ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി പറയുകയാണെങ്കിൽ എടുക്കാം എന്നത് മാത്രമാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇപ്പോഴും ഹൈക്കോടതി അങ്ങനെ പറയില്ല എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീ ചൂഷണത്തെക്കുറിച്ചും ലൈംഗിക ഉപദ്രവങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് കേസെടുക്കേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഹൈക്കോടതി തള്ളാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. അങ്ങനെ തള്ളിയില്ല, കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും. സർക്കാർ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതര ആരോപണത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയും ചെയ്യും. അന്വേഷണ സംഘം ആരംഭം കുറിച്ചു. അപ്പൊ മുകേഷിന്റെ കുറിച്ച് എന്താണ്? മുകേഷ് എന്ന മീടു ആരോപണം ആവർത്തിച്ചൊരു യുവതി. കൊച്ചി നടനും MLA-യുമായ മുകേഷിനെതിരെ മീടു ആരോപണം ആവർത്തിച്ച്
കാസ്റ്റിംഗ് സംവിധായക ടെസ്റ്റ് ജോസഫ് നിയമ അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുന്നു. എങ്ങനെ കരുതാനാകുമെന്ന് ടൈംസ് ജോസഫ്. ഇൻസ്റ്റാഗ്രാമിലും കുറിച്ച് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ മുറിയിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്ന് ടൈംസ് പറഞ്ഞു. വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിനെ മുറിക്കടുത്ത് തന്നെ മാറ്റി നിന്ന് അവർ പറഞ്ഞ പരിപാടി അണിയറ പ്രവർത്തകരും ടൈംസ് തന്റെ മേധാവിയെയാണെന്ന് തന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചതെന്നും അവർ പറഞ്ഞു. തനിക്കെതിരെ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് നടൻ മുകേഷ് പറഞ്ഞു. ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെ കണ്ടിട്ടില്ല. CPM MLA ആയതിനാൽ തന്നെ ലക്ഷ്യം വെക്കുകയാണെന്ന് ആരാണ് ഇത്തരം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്ന് അറിയില്ല. 6 വർഷം മുമ്പ് ഈ ആരോപണം വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ അടി നടന്നിരുന്നു. ഇയാൾ അപ്പോൾ പിടിക്കപ്പെടും എന്നിവരെ പറഞ്ഞവരുണ്ടെന്ന് മുകേഷ് പറഞ്ഞു. മുകേഷ് അങ്ങനെയും ഈ ഒരു മീറ്റു കാര്യത്തിൽ അപ്പോൾ എന്താണ് സിനിമ എന്ന സംഘടനക്ക് സിനിമ മേഖലകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ആരോപണത്തിൻ്റെ തുടരെയുള്ള നാണം കേട്ട് എത്ര ഔചിത്യം എന്ന ഒരു വാക്കിനെ ഉപയോഗിക്കണം. ഒരു സമൂഹത്ത് ഒരു സമൂഹത്ത് നമ്മുടെയൊക്കെ രാജ്യത്ത് സിനിമ എന്നത് കലാകാരന്മാരാണ്. പക്ഷെ അവരെ ഇത്തരത്തിലുള്ള ആരോപണ പ്രക്രിയകൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ചൂഷണം എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ഈ ഒരു ചൂഷണങ്ങൾക്ക് ഇരയായവരോ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരോ ഇവർക്കാർക്കും ഒരു മനസാക്ഷി കുത്തുപോലും നമ്മൾ കാണുന്നില്ല. ഇത്രയും നടന്നിട്ട് ഇവർക്ക് ഈ സൈലൻസ് കീപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും? ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും അമ്മയിലെ പ്രസിഡന്റ് പോലും ശ്രമിക്കുന്നില്ല എന്നതിൻ്റെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സിനിമ വ്യവസായത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ജനങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്. കാര്യം ഇത്തരത്തിലുള്ള നിഗൂഢതകൾ, ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനുകൾ, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സ്ത്രീകൾക്ക് മാത്രം ബാധിക്കുന്നത് മാത്രമല്ല, പുരുഷവർഗന്മാർക്കും ഇതുപോലെയുള്ള മീറ്റൂവിൽ പെട്ടുപോകും. അത് സാധാരണക്കാർ, ആരോപണം ചെയ്യുന്നവരെയും നമ്മൾ അന്വേഷിക്കണം. ആരോപത്തിൽ വിറ്റമാകുന്നവർക്കും അന്വേഷണം, രണ്ടു പേർക്കും അന്വേഷണം ആരംഭിക്കേണ്ട പ്രധാന ഘടകങ്ങളിലേക്കാണ് പോകുന്നത്. ഇത്രയും വലിയ ചർച്ച, ഇത്രയും വലിയ വിവാദങ്ങൾ, ഇത്രയും വലിയ ഒക്കെ പത്രമാധ്യമങ്ങളിൽ വരെ വന്നിട്ടും എന്തുകൊണ്ട് അമ്മയും അമ്മയുടെ സംഘടന രൂപീകരിക്കുന്നവരിലും ഫെഫ്ക പോലും ഒരേ മറുപടി പറയുന്നു? എന്തിനാണ് പലരെയും ഒളിക്കുന്നു? പലരുടെയും വ്യക്തമായ ആരോപണത്തിൽ ചില തെറ്റിദ്ധാരണകൾ പരത്തുന്നു. എല്ലാവരും പ്രതികളാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോന്നായി തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പല തെളിവുകൾ ഇനിയും വരാനുണ്ട്. അന്വേഷണ സംഘവും ഈ ഒരു കേസിൻ്റെ പേരിൽ നടത്തിക്കഴിഞ്ഞു. ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി സംഘത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥരെയും ഏർപ്പെടുത്തും. ഈ അതിക്രമത്തിൽ അന്വേഷിക്കാൻ എന്തുകൊണ്ട് പ്രത്യേകമായി അമ്മ സംഘടനകൾ അമ്മ എന്ന സിനിമയിൽ നടപടി ഉണ്ടാക്കുന്നില്ല? സർക്കാർ നടപടി, ഇത് സജി ചെറിയാൻ എന്ന മിനിസ്റ്റർ ന്യായീകരിക്കുന്നതുണ്ട്. എന്തിനു വേണ്ടിയാണ്?
ഈ പോക്സോ കേസിൽ ഇത്രയും വലിയ ദുരന്തം ഇനിയും പ്രതികളാക്കാം. എല്ലാവർക്കും ഇങ്ങനെ പ്രതികളാണെന്ന് ഈ MR റിപ്പോർട്ടിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകൾക്ക് തന്നെ ലജ്ജ തോന്നും. കാരണം ഇതിന് അവസാനമില്ല. ഇങ്ങനൊരു ആരോപണം മുന്നോട്ടേക്ക് വരുമ്പോൾ WCC ആയാലും FK ആയാലും അമ്മയായാലും WCC ആയാലും അമ്മയായാലും FK ആയാലും എന്തിനു വേണ്ടിയാണ് ആരോപിക്കുന്നത്? എന്താണ് ആരോപണത്തിന് വിധേയനാകുന്നത്? യെസ്, സെക്ഷൽ പരമായ കാര്യത്തിൽ തന്നെയാണ്. പക്ഷെ സെക്ഷൽ പരമായ കാര്യത്തിനോടൊപ്പം ഇത് വെറും ആരോപണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ നിഷ്പക്ഷക്കാരുടെ കൂട്ടത്തിലാണ്. അവരോടുമില്ല ഇവരോടുമില്ല, നിഷ്പക്ഷവാദികളാണ്. കാരണം ഇവിടെ തെറ്റുകൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന കാലഘട്ടമാണ്. തെറ്റുകളെ ന്യായീകരിക്കാനും ശ്രമിക്കുന്ന കാലഘട്ടവുമാണ്. അപ്പോൾ അവിടെ നീതി എന്നൊരു വാക്കില്ല. അത് ഇൻഡസ്ട്രിയിലോ ഏത് ഇൻഡസ്ട്രിയിലും അത് നടക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. കേരളത്തിൻ്റെ മുമ്പ് കാലഘട്ടത്തിലെ കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്തകളും രണ്ടും വ്യത്യസ്ത രീതികളാണ്. മുമ്പേ കേസുമായി വരാത്തത് ഒന്നാമത്തെ അബദ്ധം. ഇതിനെതിരെ ഇനി കേസെടുത്താലും കുറ്റവാളികൾക്ക് കൂടുതൽ കാലൊന്നും ശിക്ഷകൾ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതിനൊരു നിയമ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതൊരാവർത്തനമാകും. ഇത് ന്യായീകരിച്ച് ഇതൊരു ന്യായീകരണ സംഭവമാക്കി മാറ്റും. ഇത് വലിയൊരു വരാൻ പോകുന്ന തലമുറകളെ അവരുടെ മൈൻഡിനെ മെൻ്റലി ഡിപ്രഷനാക്കും. നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ കാണുന്ന തമ്മിലടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതൊരു പ്രവോക്കിങ് തന്നെയാണ്, സമ്മർദ്ദം തന്നെയാണ്. പക്ഷെ ഈ സമ്മർദ്ദം നീക്കുപോക്ക് ചെയ്യാതെ ആരോപണത്തിനും മീഡിയയിൽ വന്നു പോലും പച്ചക്ക് തെറി പറയുന്നത് നമ്മൾ കണ്ടു. ധർമ്മജൻ ബോൾഗാട്ടി നമ്മുടെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തു പറയുമത്രേ? ഇത് ശരിയായ ഒരു കലാകാരൻ്റെ ഉത്ഭവത്തിൽ നിന്ന് വരുന്നതാണോ? പ്രതികരണത്തിൽ നിന്ന്? സിനിമാ സംഘടനകളിൽ, ഇൻഡസ്ട്രിയിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന വ്യക്തികളൊന്നുമല്ല. പക്ഷേ ഒരു കലാകാരനും ഒരു സിനിമാ പ്രേമിയും എന്ന നിലയിൽ സിനിമ എന്നത് ആസ്വാദകരുടെ കേന്ദ്രം മാത്രമാണ്. അവിടെ ഭിന്നതക്കുറവുണ്ടാവും, സംശയക്കുറവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ സത്യസന്ധത എന്നത് ആസ്വാദനത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. മീഡിയയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കാര്യം. മീഡിയ പല രീതിയിൽ അവരുടെ TRPക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള, പക്ഷേ മീഡിയ ജനാധിപത്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടും ജനാധിപത്യമല്ല നടത്തുന്നതെങ്കിൽ മീഡിയയും അവിടെ ഇതിനു വേണ്ടി ഒരു നടപടി നടത്തുന്നില്ല. പക്ഷേ ഇതെല്ലാം ജനങ്ങളിലേക്ക് സംശയം നുകരുമ്പോൾ ഇൻഡസ്ട്രിയിലെ ഫെയിലിംഗ്, അതായത് ഫെയിൽ ഔട്ടാവും. ഇൻഡസ്ട്രിയിലേക്കുള്ള ബിസിനസിൻ്റെ നിർമ്മാണത്തിന് അത് ബാധിക്കും. അത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൊണ്ട് സ്ത്രീകൾ മുഴുവനും ഇത് വേണ്ട എന്ന് വെക്കും. സ്ത്രീകളില്ലാതെ സിനിമാ മേഖലകളിൽ ഇനി എങ്ങനെ സിനിമ നടത്താൻ പറ്റും? പുരുഷന്മാർ മാത്രം സിനിമയിൽ അഭിനയിക്കുമോ?
എനിക്ക് തോന്നുന്നില്ല. ഇത് സ്ത്രീ സംഘടനകൾക്ക് വലിയ ആരോപണത്തിലേക്കും, അപ്പൊ സ്ത്രീകൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പുരുഷന്മാർ അതിനെ മൗനത്തിൽ നിൽക്കും. എന്തിനാണ്? പേടിയില്ല, ഭയമില്ല, ചങ്കൂറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ എന്തുകൊണ്ട് മീറ്റു എന്ന ആരോപണത്തെ ഭയച്ചു? അപ്പോൾ പറയുന്ന വാക്കുകളിലല്ല പ്രാധാന്യമുള്ളത്, നിലപാടുകൾ ഉണ്ടാക്കപ്പെടുകയാണ്. അതാണ് പലരും നമ്മൾ ഓരോരോ ആൾക്കാർ പറയുന്നതും നമ്മിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോരോ പേരുടെയും പറയുന്നതിലും വാക്കുകളിൽ നിന്നും നിലപാടുകളില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാ സ്ഥലത്തും നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. നമ്മുടെ സമൂഹത്ത് ഇങ്ങനൊരു സ്പ്രെഡിങ് നടക്കുമ്പോൾ, അതിപ്പോൾ ദുരന്തമാകുമ്പോഴും മറ്റ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ദുരന്തത്തെ വരവേൽക്കുകയല്ല വേണ്ടത്. ഈ ദുരന്തത്തെ നമ്മൾ ആഘോഷമാക്കുകയല്ല വേണ്ടത്. നമ്മൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ നിലപാടുകളും നമ്മൾ സഹികെട്ട് നമ്മുടെ വാക്കുകളിൽ നിന്നും ന്യായമല്ലാത്തതല്ല വരേണ്ടത്. നമ്മളതിനെ സമമായി സമപ്രക്കാരോട് തീരുമാനിക്കുന്ന രീതിയിൽ നല്ല സംയോജിച്ച് അതിനൊരു യാഥാർത്ഥ്യം കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെങ്കിൽ ഇങ്ങനെ ഓരോരോ പേരും ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇനി ആരെല്ലാം ആയിക്കൂടാ, ആരെല്ലാം ഈ ഒരു അതിക്രമത്തിൽ പെട്ടുപോയിരുന്നു, നമുക്കൊന്നും തെളിവുകളോ ഒന്നും. പക്ഷെ തെളിവുകളാണ് കോടതിക്ക് വേണ്ടത്. ഇത് കോടതി ഏറ്റെടുത്ത കേസാണ്. ഹേമ കമ്മീഷൻ എന്നല്ല ഇപ്പോൾ ഉള്ളത്, ഹേമ കമ്മിറ്റി എന്നാണ്. പക്ഷെ അത് കമ്മീഷൻ ആകണമെങ്കിൽ കമ്മീഷൻ ആയെങ്കിലേ കേസെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മുന്നോട്ട് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആരോപിക്കാൻ. അപ്പോൾ വരുന്നില്ല എന്ന് സംഘടനക്കുള്ളവർ പറയുന്നു, മെമ്പേഴ്സ് പറയുന്നു. അതെങ്ങനെയാണ് ശരിയാകുക? ഇതന്നെയല്ലേ നമ്മൾ കാണുന്നതും. അപ്പോൾ ഇത് ആരോപിക്കാൻ മാത്രമേ കഴിയൂ എന്നല്ല, ആരോപണങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കണം. നമ്മൾ ഡിസപ്പോയിഡ് ആകുമ്പോൾ, നമ്മൾ തകർന്നു പോകുമ്പോൾ നമ്മളെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇപ്പം സിനിമാ മേഖലകളിൽ സിനിമയെക്കുറിച്ച് മാത്രമാണ് സംസാരങ്ങൾ ഉണ്ടാകുന്നുള്ളത്. സിനിമ പ്രൊഫഷൻ്റെയും സിനിമ ആ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങളും അതിനുള്ളിൽ നടക്കുന്ന സെക്യൂരിറ്റി സേഫ് സോണൊക്കെ ആരുടെ ഒരു ശ്രദ്ധ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നല്ലതുപോലെ നടക്കുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നത്. ഈ സംഘടന ഉണ്ടായാൽ ഇത് സിനിമാ മേഖലയിലുള്ളവർ തന്നെ വോട്ട് ചെയ്ത് അവർ തന്നെ വിജയിപ്പിക്കുന്നതല്ലാതെ ജനങ്ങളല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. അതിനെന്ത് പ്രശസ്തി? ജനങ്ങളെ വോട്ട് ചെയ്ത് നിങ്ങളെ ആ സ്ഥാനത്ത് നിർത്തുന്നെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയുകയുള്ളൂ, അവരുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കുകയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമ ജനങ്ങൾ പറയുന്നതും കൂടി കേൾക്കണം. പക്ഷെ ഇത്തരത്തിലുള്ള സംഘടനയുള്ള പ്രശ്നങ്ങളെ കാര്യങ്ങളും അതിൻ്റെ കാര്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കാതിരിക്കണമെന്ന് പറയുമ്പോൾ, മീഡിയ എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണുകൾ തന്നെയാണ്, ജനങ്ങളുടെ വാക്കുകൾ തന്നെയാണ്. അവിടെ മീഡിയ ജനങ്ങൾ ആയി മാറി നിങ്ങളിലേക്ക് സംസാരിക്കുന്നു. അതിലെ ചെറിയ ചോദ്യങ്ങൾ, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിനെ എഗെയിൻസ്റ്റായിട്ട് ഇങ്ങനെ പെട്ടെന്നങ്ങ് ഇങ്ങനെ ആശോകനായിട്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് ചില ധർമ്മകമ്പോട്ടാകട്ടെയൊക്കെ പറയുന്നത് പോലെ സംസാരിച്ചാൽ എന്ത് പ്രശസ്തിയാണുള്ളത്? ഇല്ല, ഇമേജും കൂടി ഇടിയൊന്നുമല്ലാതെ വീണ്ടും ഈ ഫെയിം ഇവർക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല.
ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നതാണ്. കാരണം ഇത് സഹികെട്ട് ഒരിക്കലും സിനിമാ പ്രേമികൾ മലയാള സിനിമ കണ്ടിരിക്കുന്നതൊന്നുമില്ല. ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നവർക്ക് പോലും ഇത്തിരി നാണക്കേടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെ നമ്മൾ ജനങ്ങളിലേക്ക് ഇത് കാണണം, കണ്ടേ പറ്റൂ എന്ന് നമുക്കെങ്ങനെ അവരോട് പറയാൻ പറ്റും? ഇത്തരത്തിലുള്ള അതിക്രമങ്ങളല്ലേ സിനിമാ രംഗത്ത് നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായം പറയും? എന്തിന്? അപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അത് സോൾവ് ചെയ്യാനോ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നിൽക്കുന്നത്. സോൾവ് ചെയ്യാനല്ല അവർ സമയം കണ്ടെത്തുന്നത്. അവർ മാധ്യമത്തിന് മുഖം കൊടുക്കില്ല. ഫേസ് ഇതൊക്കെ നമുക്ക് സംഭവിച്ചല്ലോ, ഇനി ഫേസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് ആലോചിക്കാത്തത്? അതാണ് സർക്കാരും ഇൻഡസ്ട്രിയും ഒക്കെ നടക്കുന്നത്. നമ്മൾ ആരെയും ദുരുദ്ദേശം വഹിക്കുന്നില്ല. ആരെയും നമ്മൾ ദുരുദ്ദേശം പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ നമ്മൾ നമ്മുടെ ആൾക്കാരെ പോലെ കരുതുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ വേദനയിലും നിങ്ങളും പങ്കാളികളാവണം. അതും ജനങ്ങളുടെ കാര്യങ്ങളിലാകുമ്പോൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും, ഇത്രയും വളരെ വലിയ ദുരന്തം തന്നിട്ടും ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ ജയസൂര്യ എന്ന നടൻ എത്ര നല്ല നടനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമേജ് ഇപ്പോൾ എങ്ങനെയാണ് ഇല്ലാണ്ടായിരിക്കുന്നത്?